ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഞായറാഴ്ചത്തേക്കാണ് നമുക്ക് ഓർഡറൊക്കെ ഉള്ളത്. അപ്പോൾ ശനിയാഴ്ച രാവിലെ ഞാൻ സ്പോഞ്ചൊക്കെ റെഡിയാക്കി ഒന്ന് ക്ലീൻ റാപ്പ് വെച്ച് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രിയാണ് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മിൽക്കി നട്ടിൻ്റെ കേക്ക് ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ വെൽവെറ്റും ഉണ്ട്. അപ്പോൾ മിൽക്കി നട്ടിൻ്റെ കേക്ക് ഒരു 1/2 kg പിന്നെ ഒരു 1 kg ആണ് ഉള്ളത്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ഇതുപോലെ വാനില സ്പോഞ്ച് റെഡിയാക്കിയതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറ്റ് ചെയ്യാനായിട്ട് എടുത്തത് മിൽക്ക് മെയ്ഡും പാലും പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് തിക്കാണ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമ്മുടെ കാഷ്യും ആൽമണ്ടും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ആയിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പലരും പല പോലെ ഫില്ല് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ടേസ്റ്റാണ്. എനിക്ക് കൂടുതലും ഓർഡർ പോകാറുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 1/2 kg ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇനി നമുക്ക് 1 kg കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പോഞ്ച് നേരത്തെ ഉണ്ടാക്കിയിട്ട് ക്ലീൻ റാപ്പ് വെച്ച് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര സുഖമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇതൊന്ന് പോകുക. അപ്പോൾ അത്ര പൊടിഞ്ഞു പോവില്ല കേക്ക്. ഒന്നും കൂടി നമുക്ക് കട്ട് ചെയ്യാനൊക്കെ സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഓർഡറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പോഞ്ച് റെഡി ആക്കിയിട്ട് ഒന്ന് ക്ലീൻ റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി ഇതും നമുക്കൊന്ന് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. ഇത് 1 kg മിൽക്കി നട്ടാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും കസ്റ്റമേഴ്സിനോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തലേ ദിവസമെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട്. കാരണം നമുക്ക് പിറ്റേ ദിവസം വേണ്ട കേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴൊക്കെ കുറച്ചും കൂടി ടേസ്റ്റ് അത് നന്നായിട്ടൊന്ന് സെറ്റായി കഴിയുമ്പോൾ കഴിക്കാനാണ്. അപ്പോൾ മിക്ക കസ്റ്റമേഴ്സിനോടും ഈ കാര്യം ഞാൻ പറയാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ ഗ്രീൻ വെൽവെറ്റ് കേക്കും കൂടി ഒന്ന് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 കേക്കും കൂടി സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഗ്രീൻ വെൽവെറ്റ് നമ്മൾ റെഡ് വെൽവെറ്റ് ചെയ്യുന്ന പോലെ തന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രം കോട്ടിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർ മാത്രമേ നമ്മൾ ഈ ചീസ് കേക്ക് ഓർഡർ ചെയ്യാറുള്ളൂ. ചിലർക്ക് ആ ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കാരണം അവരങ്ങനെ ഓർഡർ ചെയ്യാറില്ല. എനിക്കൊരു 3-4 എണ്ണം മാത്രമേ നമുക്ക് ഈ റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കേക്ക് 3ഉം ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ടീം നമുക്ക് ഇതേപോലെ ടേബിൾ സെറ്റ് ഐറ്റംസ് മാത്രം ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കസിൻ ചേച്ചി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടേബിൾ സെറ്റ് ഐറ്റംസ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ പോപ്സും ഡോനറ്റും കപ്പ് കേക്കാണ് ഉണ്ടായത്. അപ്പോൾ പോപ്സ് ഒന്ന് സ്റ്റിക്കൊക്കെ കുത്തി ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വെച്ചു. ഡോനറ്റ് രാവിലെ തന്നെ ഞാൻ മാവൊക്കെ കുഴച്ച് ഒന്ന് പൊങ്ങാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ ഡോനറ്റ് കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പല ടൈമിലും പല പോലെയാണ് കേട്ടോ ഡോനറ്റ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും റൗണ്ട് ഷേപ്പ് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെയൊക്കെ പരത്തിയെടുത്തിട്ട് നടുക്ക് നോസിൽ വെച്ച് ഒന്ന് ഹോൾ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ടൈം കുറവുള്ളത് കാരണം ഇതുപോലെ ഡോണറ്റ് കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കും. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ ബാലൻസ് ഉണ്ടായ ചോക്ലേറ്റിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് ഡിസൈൻ ചെയ്തൊക്കെ വെക്കണം. അപ്പോൾ ഡോണറ്റ് എപ്പോഴും നമ്മൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുക കേട്ടോ. കാരണം ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് പിന്നെ ഡോണറ്റും ഇരുന്നിങ്ങനെ ഒഴുകി താഴേക്ക് വരും. അപ്പോൾ ഡോണറ്റ് നന്നായിട്ട് ചൂടാറിയിട്ടാണ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇരുന്നോളും. എന്നിട്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബാലൻസ് ഒരു 3 ഡോണറ്റ് വന്നായിരുന്നു. അതിൽ നിന്നപ്പോൾ ഹെസക്കുട്ടി ഒരെണ്ണം എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ വീട്ടിലും എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. ഒരു 3-4 എണ്ണം എക്സ്ട്രാ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ പോപ്സ് സെറ്റായത് ഒന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തു. ലാവൻഡർ ഷെയ്ഡാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോണറ്റിന് കൊടുത്ത സെയിം ഡിസൈൻ തന്നെ പോപ്സിനും കൊടുത്തായിരുന്നു കേട്ടോ. പോപ്സും ഡോണറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ 1/2 kg മിൽക്കി നട്ട് കേക്ക് മിൽക്കി നട്ട് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ കാണുമ്പോൾ വേറെ കേക്കായിട്ട് തോന്നും കേട്ടോ. കാരണം കസ്റ്റമേഴ്സ് തന്നേച്ചത് കിക്കാറ്റ് ഡെക്കറേഷനായിരുന്നു. അപ്പോൾ സൈഡിൽ ഇതേപോലെ മൊത്തം കിക്കാറ്റ് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് മേലിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാനായിരുന്നു. അവർക്ക് ആ ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ.
അങ്ങനെ ഇത് ചെയ്ത് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ കിക്കാറ്റ് കേക്കാണെന്ന് തോന്നും, പക്ഷേ മിൽക്കി നട്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ സൈഡിലും മേളിലൊക്കെ കിക്കാറ്റും മിഠായികളൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തു. വലിയ പാടില്ല, നമുക്കിനിപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു റിബണും കൂടിയൊക്കെ കെട്ടാനുള്ളൂ കേട്ടോ. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തപ്പോൾ എന്താണ് നമുക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹൈറ്റിലുള്ള കിക്കാറ്റ് എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. കുറച്ച് അന്വേഷിച്ചു, പക്ഷേ കിട്ടാതായത് കാരണം കുറച്ചിങ്ങനെ മേളിലേക്ക് വെച്ചിട്ട് സൈഡിൽ ഇതേപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു നോസിൽ ഡിസൈൻ കൊടുത്തായിരുന്നു. പിന്നെ റിബണൊക്കെ വെച്ച് കെട്ടി. അപ്പോൾ അവർ അതൊന്നും കുഴപ്പമില്ല, എങ്ങനെയായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കേക്കിൻ്റെ ഡിസൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് മിൽക്കി നട്ട് തന്നെയാണ്. ഇത് 1 kgയുടെ ഞാൻ 8 ഇഞ്ചിനകത്താണ് ബേക്ക് ചെയ്തെടുത്തത്, കുറച്ച് വീതിയിൽ ചെയ്തതാണ്. ഇത് നമ്മുടെ ഗ്രീൻ വെൽവെറ്റ് ആണ്. അപ്പോൾ അതും മിൽക്കി നട്ടും കൂടി ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തതിന് ശേഷം ഫൈനൽ ഡിസൈൻ ചെയ്യാമെന്ന് കരുതി. മിൽക്കി നട്ട് നമ്മൾ നോർമൽ ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മേളിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ സൈഡിൽ നട്ട്സൊക്കെ ഒന്ന് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല, നോർമൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുകളിലും ഇതേപോലെ നമ്മുടെ റോസിറ്റ നോസിൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചു. സെൻറ്ററിൽ പേരൊക്കെ എഴുതി റെഡിയാക്കി. ഗണാഷ് ഒഴിച്ചതിന് ശേഷം നമ്മൾ പേരെഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഗണാഷ് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം പേരെഴുതാൻ, അല്ലെങ്കിൽ പേരിങ്ങനെ നീങ്ങിയൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മളൊന്ന് പാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു, കാരണം അവർ കസ്റ്റമേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നോർമൽ ബോക്സ് തീർന്നത് കാരണം ഞാൻ ഈ പ്രാവശ്യം ക്രിസ്മസിനൊക്കെ വാങ്ങിച്ച പ്ലം കേക്കിൻ്റെ ബോക്സിനകത്താണ് ഡോണറ്റും പോപ്സൊക്കെ പാക്ക് ചെയ്തത് കേട്ടോ. മറ്റേ പാക്കറ്റ് തീർന്നു പോയി. ഇനിയിപ്പോൾ നമുക്ക് അവൻ്റെ കൂടെ കൊടുക്കാനുള്ള കപ്പ് കേക്കും കൂടി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ലാവൻഡർ ഷെയ്ഡ് ആയത് കാരണം കുറച്ച് കളറ് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കപ്പ് കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. കപ്പ് കേക്കിലേക്ക് വേറെ ഷുഗർ ബീഡ്സും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഇത്രയും ഓർഡറുകളൊക്കെ നമുക്ക് രാവിലെ തന്നെ ഡെലിവറി ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് വെച്ചു. ഇനിയിപ്പോൾ കസ്റ്റമർ വന്നു കഴിയുമ്പോഴേക്കും ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കും. അപ്പോൾ ഒരെണ്ണം നമുക്ക് കൊണ്ട് ഡെലിവറി ചെയ്യാനുള്ളതാണ്, ഒരെണ്ണം കസ്റ്റമർ ഇവിടെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ലാസ്റ്റത്തെ കേക്ക് ചെയ്യാനായിട്ട് നിന്ന് ഗ്രീൻ വെൽവെറ്റ് അത് ഇതേപോലെ കുറച്ചിങ്ങനെ ഒരു പുല്ല് പോലത്തെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് പിന്നെ ഈ റോഡിൻ്റെ മേളിൽ കാറ് വെച്ചിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. അപ്പോൾ കാറ് നമ്മൾ ഓൾറെഡി ബേക്കിംഗ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. വേറൊരു കളറായിരുന്നു, പക്ഷേ നമുക്ക് കിട്ടിയത് ഈ ഒരു വൈറ്റ് കളറായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് പിന്നെ സൈഡിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇരിക്കുന്ന മോഡൽ തോന്നാനായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ വരച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ആ സൈഡിൽ കുറച്ചൊരു മണ്ണിൻ്റെ ഫീല് തോന്നാനായിട്ട് അതും ഒന്ന് സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഡിസൈനൊക്കെ സിമ്പിളായിരുന്നു. പേരൊക്കെ എഴുതി സെറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ കേക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ടാറ്റാ.